ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഈശോയെ കുരിശിൽ തറച്ചിരിക്കുന്ന സമയമാണ്. 23-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. രാജാവ് എന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിൽ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, അവിടെയും നല്ലൊരു കുമ്പസാരമാണ് നടക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് മരണസമയം, അതിൻ്റെ തൊട്ട് മുമ്പ് കിട്ടിയൊരവസരം. നമ്മൾ ഈ അവസാന സമയം വരെ കാത്തിരിക്കേണ്ട. അതിനു മുമ്പേ ഈ നല്ല കള്ളൻ ചെയ്ത അതേ പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ നിത്യതയിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഈ 2002 മുതൽ 24 വർഷമായിട്ടുള്ള എൻ്റെ ജീവിതം, ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ എനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാൻ ഫുൾ ടൈം ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ധ്യാനത്തിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നവീകരണ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുക. ഞാൻ അനുഭവിക്കുന്ന ക്രിസ്തു അനുഭവം മറ്റുള്ളവരും അനുഭവിക്കണം. അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കൽ മുളന്തുരുത്തി വട്ടുക്കുന്നേലുള്ള ഒരു സഹോദരൻ ജോസിയേട്ടനെ സിഗരറ്റ് വലിയും ചിരി മദ്യപാനവും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പേര് പറഞ്ഞ് ആ സഹോദരനെ ഞാൻ ധ്യാനത്തിന് കൊണ്ടുപോയി. പല ധ്യാനങ്ങൾക്ക്, ആന്തരിക സൗഖ്യ ധ്യാനത്തിന് കൊണ്ടുപോയി, പ്രാരംഭ ധ്യാനത്തിന് കൊണ്ടുപോയി ആദ്യം. അത് കഴിഞ്ഞ് ആന്തരിക സൗഖ്യത്തിന് കൊണ്ടുപോയി, അത് കഴിഞ്ഞ് തപസ്സിന് കൊണ്ടുപോയി. അങ്ങനെ 2-3 ധ്യാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുള്ളിക്ക് കൊടുത്തുകൊണ്ടിരുന്നു. പുള്ളി നടക്കാൻ ചെയ്യ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് മുളന്തുരത്തിൽ താമസിക്കുന്നു. അങ്ങനെ ഞാനൊരു തപസ് ധ്യാനത്തിന് പാമ്പാടിയിലെ ജോസഫ് കണ്ടത്തിപ്പറമ്പിലച്ഛൻ്റെ തപസ്സിന് ഞാൻ പുള്ളിക്കാരനുമായിട്ട് പോയി. ഞാനും തപസ്സിലുണ്ടായിരുന്നു. ജോസിയേട്ടനെയും കൊണ്ടുപോയി. അങ്ങനെ 3 ദിവസം ഉപവസിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. വെള്ളം കുടിച്ച് 3 ദിവസം ഈശോയോട് കൂടിയായിരുന്നു. അങ്ങനെ നല്ലൊരു അനുഭവം. കൂടുതൽ വളർച്ചയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് തപസ് ധ്യാനം. അങ്ങനെ ആ തപസ് കഴിഞ്ഞ് ഞാൻ അതിന് മുമ്പൊക്കെ ഒത്തിരി തപസ് കൂടിയതാണ്. അപ്പം ഞാൻ ഈ ജോസിയേട്ടൻ ഈ തപസ്സിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ച് തപസ്സിലേക്ക് കൊണ്ടുപോയതാണ്. അങ്ങനെ ജോസിയേട്ടനെ തപസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് വീട്ടിലാക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ വന്ന ആകപ്പാടെ അവരുടെ വീട്ടുകാരും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ. ഇത് കണ്ടില്ലേ, 3 ദിവസം ഉപവസിക്കാൻ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാതെ ആ മനുഷ്യന് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായി. അസ്വസ്ഥത വന്നപ്പോൾ ഞാൻ അവരെ വീട്ടുകാരല്ല കേട്ടോ, സ്വന്തം ജോസിയേട്ടൻ്റെ ഭാര്യയോ മറ്റു മക്കളോ ഒന്നും പറഞ്ഞില്ല. മറ്റുള്ള കണ്ടു നിൽക്കുന്നവർക്കാണല്ലോ പ്രശ്നം കൂടുതൽ. ഞാൻ ആ കേസ് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനല്ലേ കൊണ്ടുപോയത്, എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം, വയറ്റിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ. അങ്ങനെ ഞാൻ ആ സഹോദരനെ തൃപ്പൂണിത്തുറ വർമ്മ ഹോസ്പിറ്റലിൽ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് ഡോക്ടർ അനിത നമ്പ്യാർ, പുള്ളിക്കാരത്തിൻ്റെ അടുക്കൽ ഞാൻ തന്നെ കൊണ്ടുപോയി. എൻ്റെ അംബാസഡറാണ്, അതിനകത്ത് കൊണ്ടുപോയി പുള്ളീനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നുപോലെ വയറ്റിൽ നിന്ന് പോയിട്ട് ഇത്രയും ദിവസമായി. ഞങ്ങളിങ്ങനെ ഒരു ഉപവാസ ധ്യാനത്തിനൊക്കെ പോയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് മാറ്റി നിർത്തി എന്നോട് പറഞ്ഞു, എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, എനിവേ ഒന്ന് സ്കാൻ ചെയ്യണം, ഞാനത് എഴുതി തരാമെന്ന് പറഞ്ഞു. തൃപ്പൂണിത്തുറ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് എഴുതി തന്നു. അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്തവർ അതിൻ്റെ ഡീറ്റെയിൽ തന്നു വിട്ടു. അതിന് അമ്പ്യാർ പറഞ്ഞു, മലദ്വാരത്തിൻ്റെ അവിടെ പുള്ളിക്കാരന് ക്യാൻസറാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം പുള്ളിക്കാരൻ, അത് മോശമായ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്, ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഞാൻ പുള്ളിക്കാരനുമായിട്ട് പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. കാര്യം തപസ്സിന് പോയി വന്നെന്ന് പറഞ്ഞാലും
ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പുള്ളിക്ക് ആ സമയവും സാധിച്ചിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതനുസരിച്ച് പുള്ളിയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും ഞാൻ നന്നായി ഒന്ന് കുമ്പസാരത്തിനൊരുക്കി. അവിടെ ഇരുന്ന് 10 പ്രമാണങ്ങളിലൂടെ കുറേ സമയമെടുത്ത് പ്രാർത്ഥിച്ച് പുള്ളിക്കാരൻ മരിക്കും എന്നുള്ള സ്റ്റേജിലേക്ക് പുള്ളിക്കാരന് ഞാനൊരു ബോധ്യം കൊടുത്തു. ആ ഒരു അവസ്ഥയിൽ, കാരണം ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം ഈ ഭൂമിയിൽ വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ടാലേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു പോവുള്ളൂ. അത് പുള്ളിക്ക് ബോധ്യമായി. അങ്ങനെ പുള്ളിക്കാരൻ നന്നായി ഒന്ന് കുമ്പസാരിച്ചു. പിന്നെ അധിക ദിവസം പുള്ളിക്കാരൻ ജീവനോടെ ഇരുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് തിരിച്ചു വിളിച്ചു. അതൊരനുഭവം. മറ്റൊരു അനുഭവം, എൻ്റെ ഒരു സുഹൃത്ത് കാഞ്ഞിരമറ്റത്തുള്ളതാണ്, ജോസഫ് ഏട്ടൻ ഭാര്യ മകളും ഡാലിയ, ഒരു മോനുണ്ട്. അങ്ങനെ ജോസഫ് ഏട്ടൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ കൊച്ചുപള്ളി, ഉദയംപേരൂർ കൊച്ചുപള്ളിയുടെ അടുത്ത് എന്തോ വയ്യാതിരിക്കുകയാണ്. പുള്ളിക്കാരൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടില്ല. സഹോദരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരനെ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന കാര്യമാണ്. അപ്പോൾ ഈ ജോസഫ് ഏട്ടൻ എന്നെയും കൂട്ടി ആ വീട്ടിൽ പോയി. ആ സഹോദരൻ പള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പള്ളിയിൽ എന്തോ ഒരു അച്ഛന്മാരുടെ പ്രശ്നങ്ങൾ കാരണം പള്ളിയായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലൊക്കെ എന്നാൽ സൂനോസ് പള്ളിയുടെ വളരെ അടുത്താണ് പുള്ളി താമസിക്കുന്നത്. ആ സഹോദരൻ പള്ളിയായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. പുള്ളി മദ്യപിക്കില്ല, പക്ഷേ മദ്യം ഈ പുള്ളിക്കാരന് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും, സഹോദരനല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ ഒരു പാപത്തിൻ്റെ അവസ്ഥയിലാണ് ആ സഹോദരൻ കഴിഞ്ഞിരുന്നത്. ഞാൻ ആ സഹോദരനുമായി കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. പാപത്തെക്കുറിച്ചും പാപസാഹചര്യങ്ങളെക്കുറിച്ചും അതിൽ നിന്നൊരു വിശദീകരണത്തെക്കുറിച്ചും എല്ലാം പുള്ളിക്കാരന് 10 പ്രമാണങ്ങളിലൂടെ പുള്ളിക്കാരന് ഞാനൊരു നല്ലൊരു കുമ്പസാരത്തിനൊന്നൊരുക്കാൻ അവിടെ എനിക്ക് കർത്താവ് കൃപ തന്നു. അങ്ങനെ അവിടെ ഇരുന്ന സഹോദരനുമായി നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി. ഈ പുള്ളിക്കാരൻ്റെ സഹോദരൻ പോയി അന്ന് തന്നെ, അതാണ് രസം, അന്ന് തന്നെ കുമ്പസാരിക്കാൻ തൊട്ടടുത്ത പള്ളിയായിട്ട് വളരെ അടുത്താണ് അവർ താമസിക്കുന്നത്. അവിടെ പോയി അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു. ഈ സഹോദരൻ കുമ്പസാരിക്കാൻ ഒരുങ്ങി, കുമ്പസാരിച്ചു. വൈകിട്ട് ഞാൻ അവിടെ നിന്ന് വേറെ എവിടെയോ പോയിട്ട് വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഫോൺ വന്നു, ആ സഹോദരൻ മരിച്ചുപോയി. അപ്പോൾ അതും നിത്യതയിലേക്ക് കടന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കാലങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ക്രിസ്തുവിനെ കണ്ടുമുട്ടാനും അവിടെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരു സംഭവം, എൻ്റെ ചാച്ചൻ്റെ ചേട്ടനായിരുന്നു. ചാച്ചൻ്റെ ചേട്ടനും കാരണവന്മാരോടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ജീവിതത്തിൽ ഒത്തിരി മക്കളുണ്ടായിരുന്നു. പുള്ളിയുടെ കുറ്റമല്ലാതെ പുള്ളിക്കാരന് ഓരോ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ വരുന്നതാണ്. അവർ കാരണവന്മാരുടെ ഭാഗത്തുള്ള കുറേ പോരായ്മകളും കൊണ്ട് പുള്ളിക്കാരനൊരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന കുറേ സാഹചര്യങ്ങളും പുള്ളിക്ക് അതുകൊണ്ട് അവരോടുള്ള വെറുപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വല്യപ്പനെ ഞാനിതുപോലെ തന്നെ പലപ്പോഴും ഞാനിങ്ങനെ ചെല്ലുകയും കാണുകയും ഒക്കെ ചെയ്യും. വല്യപ്പനെ കണ്ട് വല്യപ്പന് എൻ്റെ അപ്പനോട് ബാക്കിയുള്ളവരോടൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നോടൊരു പ്രശ്നവും ദൈവകൃപയാലില്ലായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ ധ്യാനത്തിന് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഈ വല്യപ്പനെയും ഞാൻ ഈ പറഞ്ഞ പോലെ തപസ്സിന് കൊണ്ടുപോയി. അതിന് മുമ്പ് ഞാൻ ധ്യാനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിൽ വെച്ച് പുള്ളിക്കാരൻ വന്നിട്ട് ധ്യാനം കഴിഞ്ഞ് വന്നിട്ടും പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ അസ്വസ്ഥപ്പെട്ടു. എന്നാലും എന്നോട് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, പിന്നെയും തികട്ടി വരുമല്ലോ ഈ പ്രശ്നം. പക്ഷേ ഈ തപസ്സും എല്ലാം കൂടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനിലൊരു മാറ്റം ദൈവാത്മാവ് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ കുറേ കാലം ജീവിച്ചു. നന്നായിട്ട് കുറേ പ്രശ്നങ്ങൾ, മനുഷ്യനല്ലേ, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ലല്ലോ. പക്ഷേ എങ്കിലും പുള്ളിക്കാരനൊരു തിരിച്ചറിവ് വന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അടുത്ത് വന്ന സമയങ്ങളിലും കുമ്പസാരം എല്ലാം കഴിഞ്ഞ് ഒത്തിരി കാലങ്ങളൊന്നും പുള്ളി ജീവിച്ചിരുന്നില്ല. അതും ഒരു നല്ല മരണമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഈ അടുത്ത് എനിക്കുണ്ടായൊരു സംഭവം, ഞാൻ ഈ അമേരിക്കയ്ക്ക് പോകുന്നതിന് ശേഷം ഈശോ എനിക്ക് തന്നൊരു സമ്മാനമാണ്. ഈ അടുത്ത് ഞാൻ വളരെ സ്നേഹിച്ചിരുന്ന എനിക്ക് വേണ്ടപ്പെട്ട സാൻ അമ്പല്ലൂർ, അവൻ ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു. അവരുടെ കാരണവന്മാരെയൊക്കെ എൻ്റെയൊക്കെ പൂർവികരായിട്ട് മാമുസ മുഖ്യവരാണ്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ ആ നമ്മുടെ വീടുമായിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് അവർ. അപ്പോൾ സാനിനെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ കള്ളു കുടിക്കുന്ന സമയത്ത് ഞാൻ ഒരുമിച്ച് കള്ളു കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മദ്യപാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ പല പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ടാ ഈ കള്ളുടിയും കോപ്പൊക്കെ നിർത്ത്, എല്ലാ ഉടായ്പും നിർത്തിയിട്ട് നന്നായിട്ട് ജീവിക്കണം ഒക്കെ പറഞ്ഞ് അവനിങ്ങനെ എന്നെ കാണുമ്പോൾ മാത്രം വളരെ നന്നായിട്ട് നല്ലൊരു ക്യാരക്ടറായിരുന്നു. കാര്യം അവൻ മദ്യപാനിയാണ്, അവൻ പാപത്തിൻ്റെ വഴിയിലാണ്, ഇതെല്ലാം ശരി തന്നെ. അവൻ വ്യക്തിപരമായി പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവൻ ഈ അടുത്ത് വയ്യാതെ വന്നു, പെട്ടെന്ന് മേലാതെ വന്നു. നാട്ടിൽ നിന്ന് തന്നെ ഞാൻ അറിയിച്ചു. സഹോദരൻ തമ്പി എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നോലെ അവൻ സാനിന് മേല. ഞാൻ ആ ദിവസങ്ങൾ മുഴുവൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ നന്നായി ഒന്ന് കുംസാരത്തിന് ഒരുക്കണം, അവൻ്റെ സമയം ഏകദേശം ആയി, ഈശോ അവനെ സ്നേഹിക്കുന്നുണ്ട്.
അങ്ങനെ ഈശോ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈശോ എന്നോട് പറഞ്ഞു കുംസാരത്തിന് ഒരുക്കാൻ. ഞാൻ അവനെ വിളിച്ചു. അവൻ വിളിച്ച ദിവസം വീട്ടിലില്ല. അതിനുശേഷം ഞാൻ വീണ്ടും വിളിച്ച ദിവസം അവനെ കിട്ടി. അവനോട് ഞാൻ പറഞ്ഞു, നീ മുറിയെല്ലാം അടയ്ക്ക്, ആരും മുറിക്കകത്ത് കയറാൻ അനുവദിക്കരുത്, നമുക്കൊരു സമയം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്, ഒരു ബുക്കും പേനയും കയ്യിലെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ഇരുന്നു. ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം 10 പ്രമാണങ്ങളിലൂടെ അവൻ കടന്നുപോയ വഴികളെല്ലാം എനിക്ക് ഒരു പരിധിവരെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി അവനുമായിട്ട് ശരിക്കും തന്നെ ഡീപ്പായിട്ട് താഴത്തേക്ക് പോകാൻ ഈ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. വ്യക്തിപരമായി അവനുമായിട്ട് നന്നായിട്ട് ഈ 10 പ്രമാണങ്ങളിലൂടെ സംസാരിച്ച് ഇതിനെക്കുറിച്ചും അതിൻ്റെ ആ വന്ന കുറവുകളെക്കുറിച്ചും അവൻ സംഭവിക്കാൻ പോകുന്നവൻ്റെ ആത്മാവിൻ്റെ നഷ്ടത്തെക്കുറിച്ചും അവന് ബോധ്യം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആ സമയം സഹായിച്ചു. അങ്ങനെ അവനുമായിട്ട് സംസാരിച്ച് 1 മണിക്കൂറോളം സംസാരിച്ച് ഞാൻ പറഞ്ഞു, നീ സംസാരിക്കണം, നീ ഈ കടലാസ് കൊണ്ടുക്കോ, ഈ കടലാസ് വേറെ ആരും കാണരുത്, ഈ എഴുതി വെച്ചിരിക്കുന്ന നീ ചെയ്ത തെറ്റുകളെല്ലാം നിനക്കും ഈശോയ്ക്കും മാത്രം അറിയാം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നീ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഏറ്റുപറയുന്നത്, നീ ഹൃദയം നുറുങ്ങി നീ ഈശോയോട് പറയണം, ഇനി എൻ്റെ കർത്താവെ തെറ്റുപറ്റി. അങ്ങനെ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് നീ ഒരു നിലവിളി പോലെ ഈശോയോട് പറഞ്ഞ് അത് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് എല്ലാം നീ നല്ലൊരു കുംസാരത്തിലൂടെ മുന്നോട്ട് പോകണം. ഇതെല്ലാം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം തമ്പിയെ വിളിച്ചു. തമ്പി പറഞ്ഞു, അവനോട് ഞാൻ കുറേ പ്രാവശ്യം കുംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് അവനിതൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, അവൻ കുംസാരിക്കും, അവൻ ഒരുങ്ങുന്നുണ്ട്. ഞാൻ അവന് വേണ്ടി കുംസാരിക്കുന്നില്ല. 2 വീടുകൾ അടുത്തടുത്ത 2 വീടുകളിൽ അവർ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കർത്താവ് അവനെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, അവൻ ഈ കടലാസുമായി അച്ഛൻ്റെ അടുക്ക് പോയി നന്നായി ഒന്ന് കുമ്പസാരിച്ചു. അപ്പം എൻ്റെ ഒറ്റ പ്രാർത്ഥനയാണ്, കുംസാരം കഴിഞ്ഞപ്പോൾ തമ്പിയോട് അവൻ പോയി കുംസാരിച്ചു കേട്ടോ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്തു. അപ്പം അതുവരെ വർഷങ്ങളായി കുംസാരിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ജീവിച്ച വ്യക്തി, അവിടെ പരിശുദ്ധാത്മാവ് അവനെ സ്നേഹിക്കുന്നു. ഈശോ അവനെ സ്നേഹിച്ചതുകൊണ്ട് അവനെ ഈശോ അടുക്കിലേക്ക് വിളിച്ചു. അങ്ങനെ അവിടെ ചെന്നു. അപ്പം പിന്നെ എൻ്റെ പ്രാർത്ഥന, ഞാൻ നാട്ടിൽ നവംബറിൽ ചെല്ലുന്നതിന് മുമ്പ് അവനെ തിരിച്ചു വിളിക്കരുത്, എനിക്ക് അവനെ ഒന്ന് കാണണം. എനിക്ക് അത്ര ആഗ്രഹമുണ്ടായിരുന്നു അവനെ. ഞാൻ സരിത സവിത സംഗീതയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവനെ ഞങ്ങളുടെ അവിടെ ജോലിക്കായിട്ട് കൊണ്ടുപോയി അവിടെ നിർത്തി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നവനാണ്. അപ്പോൾ അവനും ഞങ്ങളായിട്ട് അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധം. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ ഞാൻ ഇച്ചിരി ഗുണ്ടായുസമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്തൊക്കെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏത് കേസിനും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുത്തൻ പാപവഴിയിൽ നശിച്ചു പോയാൽ ആ ആത്മാവ് നശിക്കും. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ അവൻ നശിക്കരുതെന്ന് കർത്താവിന് നിശ്ചയമുണ്ടായിരുന്നു. അതിന് എന്നെ ഒരു ഉപകരണമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പാപിയാണ്. പക്ഷേ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി അവനെ കാണാൻ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവനെ കണ്ടു. അവൻ്റെ ഫേസ് കട്ട് വരെ മാറിപ്പോയി. കണ്ടതും ഭയങ്കര വിഷമമായി. കുറേ ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം അവൻ വീട്ടിൽ വന്നിരുന്നു. ഇവൻ മരിക്കും, ഇവനെ കർത്താവ് തിരിച്ചു വിളിക്കുവാണെന്നെല്ലാം എനിക്ക് വളരെ ആഴമായി തന്നെ കർത്താവിനോട് പറഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുപോവാണ്. പക്ഷേ അവൻ ഈശോയിലായെന്ന് എനിക്ക് സന്തോഷമായി. അവൻ മരിക്കട്ടെ, അവൻ ഒരു നാൾ നമ്മൾ ജനിച്ചാൽ ഒരു നാൾ മരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ വിശുദ്ധീകരിക്കപ്പെട്ട അവൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തിയാൽ അതിനേക്കാളും വലുത് എന്നാ വേണം? നീ ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം സഹോദരി? അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ തന്നെ പോയി. പക്ഷേ അവൻ്റെ ഭാര്യ മീനയെയും കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ സമ്മതിക്കണം. ആ ദിവസങ്ങൾ മുഴുവൻ അവളും ആ കൊച്ചും ആ മോനും അവിടെ തന്നെ മാറാതെ നിന്നു. കാരണം ആ ഭാര്യേനെയും മോനെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മോളും ഇടയ്ക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ ആ കുടുംബത്തോട് അവന് മേലാവെന്ന് അവനും മനസ്സിലായി, മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു സ്നേഹം കൂടുതൽ അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന് ഓടിയാണ് സമയത്ത് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹം, ശരിക്കും ആ ഒരു അവസ്ഥ ശരിക്കും അവൻ മനസ്സിലാക്കിയത് അവൻ്റെ ബെഡിൽ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന ഓരോ കാര്യങ്ങൾ അവസാന സമയത്തായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുന്നത്. അങ്ങനെ അവൻ നല്ല മരണത്തിലേക്ക് കടന്നുപോയി. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയ സഹോദരി, ഒരുവൻ പോലും നഷ്ടപ്പെട്ടിരുന്ന പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ നോമ്പേ കാലത്ത് നന്നായി ഒന്ന് കുമ്പസാരിച്ച് ശരിയായൊരു വിശുദ്ധീകരണ അവസ്ഥയിൽ നമുക്ക് ജീവിക്കാം. നാളെ ഞാനോ നിങ്ങളോ ഉണ്ടെന്ന് ഒരു ഉറപ്പുമില്ല. നിങ്ങളെല്ലാവരെയും സർവ്വശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.